ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഹീറോ എപ്പോൾ മതി K-pop ഐഡൽ OT7. നമ്മുടെ ഹീറോയിൻ പേര് പ്രിയ. പ്രിയ ഒരു ആർമി ഗേളാണ്. പ്രിയക്ക് OT7 K-pop ഐഡൽ വന്ന് ഒത്തിരി ഇഷ്ടമാണ്. ഒരു ക്രഷ് പറഞ്ഞ ഒരു ലവ് അവരെ ഒത്തിരി ഇഷ്ടമാണ്. ഹീറോയിൻ പഠിക്കാൻ ഭയങ്കര അവരുടെ മേലെ ഭയങ്കര ഇൻട്രസ്റ്റ് ഹീറോയ്ക്ക്. അതുമാത്രമല്ല ഹീറോയിൻ ഇപ്പോൾ സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. നമ്മൾ കോളേജ് ഹീറോയി വരാൻ തുടങ്ങിയായിരുന്നു. പ്രിയ എന്ന് വിളിച്ചു ഫ്രണ്ട്സ് ഓടി വന്നു. ആ പൂജ നീയോ? അതെ പ്രിയ, നീ എന്താടി സാഡായിട്ടുണ്ടോ? എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എടി, ന്യൂസ് വന്നായിരുന്നോടി, അങ്ങനെ ഒരു സാഡായിട്ട് പറയായിരുന്നു. എന്താ മച്ചി? ന്യൂസ് വന്നായിരുന്നടി, BTS മെമ്പർ OT7 ഇന്ത്യയൊക്കെ വരാൻ പോവാ. ഇതായിട്ട് ഒരു പൂജക്ക് ഹാപ്പി ആയിരുന്നു. കീർത്തി കൂടി വന്നു. എന്ത് BTS മെമ്പർ വരാൻ പോവാ? അതേടി, അറിയില്ലടി, അവർ വരാൻ പോവാ ഇന്ത്യക്ക്. എന്തിനാ അറിയില്ലടി, അവരെനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല എടി, പണവും ഒരുപാട് വേണോടി. ഇപ്പം എങ്ങനെയായി അവരെ കാണാൻ പറ്റും? അങ്ങനെയായിട്ട് പ്രിയ പറഞ്ഞായിരുന്നു. ഇത് കേട്ട് എവിടേക്ക് വരുന്ന അറിയോ? അറിയില്ല മച്ചി. ശരി, ഓക്കെ. ഞാൻ രണ്ടുപേരും കോളേജൊക്കെ തോന്നും നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഹീറോയ്ക്ക് ഇതല്ല കാര്യം സാഡായിരുന്നു. എവിടേക്ക് വരുന്ന അറിയില്ലല്ലോ. അങ്ങനെ ഫുഡ് രണ്ടുപേരും നന്നായിട്ട് കഴിച്ച് കിടന്നു റെസ്റ്റ് എടുത്തായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഒരു നോട്ട് വന്നായിരുന്നു. ഫോൺ നോക്കുമ്പോൾ BTS മെമ്പർ തമിഴ്നാട്ടിലേക്ക് വരാൻ പോകുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് റോസിക്കറിഞ്ഞു. റോസിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, എപ്പോൾ വരുന്ന എപ്പോഴാണ് കണ്ടുപിടിച്ചു. അങ്ങനെ 2 മണിയായിരുന്നു. അവൾ ഉറങ്ങിയായിരുന്നു. എന്നിട്ട് രാവിലെ എണീച്ച് ഇന്ന് കോളേജ് ഇല്ലല്ലോ. അമ്മ പൂജ എന്ത് പറ്റും? അമ്മ വെളിയിൽ പോവാ. പൂജ ഇപ്പോൾ 8 മണി എത്ര? അമ്മ 8 മണിയാണെന്ന് ചെയ്യാം അമ്മ, എനിക്കെല്ലാം ഹോംവർക്ക് എല്ലാം എഴുതി കഴിഞ്ഞു. ശരി, ഞാൻ പോവാം എന്നെ പറഞ്ഞ് പൂജ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെയായിട്ട് സ്കൂട്ടി എടുത്ത് ഒറ്റ ഓട്ടം അങ്ങനെ സ്കൂട്ടറായിട്ട് പോകും. അങ്ങനെയായിട്ട് എടി കീർത്തി, എന്താ മച്ചി? നീ റെഡി ആയിട്ട് വാ. കീർത്തി, എന്താ മച്ചി? എടി നമ്മ അവളെ വീട്ടിൽ പോവാ. ശരി, ഓക്കെ. അങ്ങനെ കീർത്തി കുളിച്ച് ഫ്രഷായിട്ട് വണ്ടി കയറി. 9 മണിയായി. അങ്ങനെ വീട്ടിൽ അവിടെ കീർത്തിനെ കൂടി ജോലിയായിട്ട് എൻജോയ് ചെയ്ത് സംസാരിച്ച് അങ്ങനെയായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ 9 മണിയായി. അങ്ങനെയായിട്ട് കീർത്തി റെഡി ആയിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് എത്തി. 9:10 അങ്ങനെ 2 പേര് വണ്ടിയിൽ ഇറങ്ങി. അങ്ങനെ ഫാസ്റ്റ് പോയതാണ് വണ്ടി, അതുകൊണ്ട് റോട്ടിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ 9:10 അങ്ങനെ 10 ആയിട്ടുണ്ടായിരുന്നു സ്കൂട്ടിൽ പോകുമ്പോൾ. അങ്ങനെയായിട്ട് എത്തിയിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വീട്. അങ്ങനെയായിട്ട് 10:20 കഴിഞ്ഞായിരുന്നു. ഹീറോയിൻ വീട്ടിൽ വെല്ലടിച്ചു. ഹീറോയിൻ്റെ അമ്മ വാതിൽ തുറന്നു. ആൻറ്റി, നിങ്ങളെന്താ വാതിൽ? എന്താ ചെയ്യുക, ഈ വീട്ടിൽ വാതിൽ തുറന്നു വെച്ചാൽ അങ്ങനെ വാതിൽ ചാത്തിയതാ. അവൾ വന്നതെന്നൊക്കെ ഞാൻ കുറച്ച് ജോലിയിട്ടുണ്ടായിരുന്നു, അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് വീട്ടിലകത്ത് വന്നു. ഹീറോയിൻ്റെ ചേട്ടനും ഒരു കുട്ടി ഉണ്ടായിരുന്നു, 1 വയസ്സ്. അവന് വെളിയിൽ പോകുന്നത് കൊണ്ട് വാതിൽ ഉണ്ടാക്കിയത് പറഞ്ഞു. വലിയ കുട്ടി പറഞ്ഞ 2 ബോയ്, ഒരു ബോയ് ബേബി, ഒരു ഗേൾ ബേബി, പിന്നെ ഒരു കുട്ടി ബോയ് ബേബി ഉണ്ട്. അതൊക്കെ 1 വയസ്സ്. വലിയത് ബോയാണ്, അത് സ്കൂളിൽ പോകുന്നു. സ്കൂൾ പറഞ്ഞ 3ാം ക്ലാസ്. പിന്നെ ഒന്ന് പറഞ്ഞക്ക് ചെറിയ കുട്ടിയും പറഞ്ഞ 3ാം ക്ലാസ് പഠിക്കുന്നതാണ് വലിയത്. അത് വലുത് ചെറിയതും 1ാം ക്ലാസ് പഠിക്കും. അങ്ങനെയായിട്ട് സംസാരിക്കായിരുന്നു. കുട്ടി 1 വയസ്സായി. അങ്ങനെ കുട്ടി ക്യാരി ചെയ്യുന്നത്. ചേച്ചി എന്താ പറ്റി? ചേച്ചി സുഖമാണ് അണ്ട് കേട്ടായിരുന്നു. ഹീറോയിൻ്റെ ചേച്ചി എടി മണ്ടി, നീ എന്നാടെ ചേച്ചി വിളിക്കുക? മണ്ടി കേട്ടു. അതെ, അത് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണായിരുന്നു. ചേച്ചി എന്താ ഇവിടെ ചെയ്യുക? അങ്ങനെയായിട്ട് ഫ്രണ്ട് ചോദിച്ചു. റോസി അല്ല കീർത്തിൻ്റെ ചേച്ചിയാണ് വീട്ടിലേക്ക് വന്നത്. കീർത്തി ചേച്ചി എന്താ ഇവിടെ? ഞാൻ കുറച്ചുകൂടെ വന്നതാ കുട്ടീനെ നോക്കാം. അങ്ങനെ കുട്ടി 1 വയസ്സിലെ കുട്ടി അതിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ പോവാം അങ്ങനെ പറഞ്ഞ ചേച്ചി അവിടെ നിന്ന് പോയി. എന്തടി മച്ചി വന്നത്? എന്നിട്ട് ഹീറോ പ്രിയയോട് ചോദിച്ചു. പ്രിയ പറഞ്ഞേ, ചേച്ചി വന്നതടി, ചേച്ചീനോട് കുറച്ച് ഡൗട്ടുണ്ട്, അതൊക്കെ വിളിച്ചത്. ശരി, ചേച്ചി വീട്ടിൽ പോവായിരുന്നോടി, അങ്ങനെ വിളിച്ചതാ. ശരി, ഓക്കെ. അങ്ങനെ വീട്ടിലെല്ലാം ഫ്രണ്ട്സിനെ സംസാരിച്ച് എടി വരാൻ പോവാന്ന് പറഞ്ഞു. എന്തും വച്ച് സത്യമാണോടി വരാൻ പോകുന്നത്? അതേടി, അങ്ങനെ പറഞ്ഞു. ശരി, ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹോംവർക്ക് കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഹീറോ ജോലിയായിട്ട് എൻജോയ് ചെയ്തു. മച്ചി ഇന്ന് BTS മെമ്പർ വരാൻ പോകാൻ ഫ്രണ്ട് പറഞ്ഞായിരുന്നു തമിഴ്നാട്ടിൽ വരാൻ പോകുന്നത്. അത് കേട്ട് ഹീറോയിനും വീട് ഓടിപ്പോയി.
ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി. ഏയ് പറഞ്ഞ കുട്ടികളെ, എൻ്റെ ചേട്ടാ ഇനി നമുക്ക് ട്രിപ്പ് പോവാം. എന്താ ചേട്ടാ പറയുന്നത്? അതെ, നമുക്ക് ട്രിപ്പ് പോവാം. അതുപോലല്ല ചേട്ടന് കുറച്ച് ജോലിയുണ്ട്. ചേട്ടൻ പറയും കോളേജ് ട്രിപ്പാണോ? അതേമ്മ, കോളേജിലൊരു ട്രിപ്പ് മാത്രം ഒരു ട്രിപ്പാണ്, പഠിക്കേണ്ട ട്രിപ്പ്, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. ചേട്ടാ ഞാൻ കൂടെ വരാൻ പോവാം. എൻ്റെ ഫ്രണ്ടാണോട് ഫ്രണ്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ശരി ചേട്ടാ ഞാനും വരാം എന്ന് പറഞ്ഞായിരുന്നു. അതെ, ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ കോളേജ് പറഞ്ഞ ഹീറോയിൻ പഠിക്കുന്ന കോളേജ് ഹീറോയിൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കോളേജാണ്. അതെ, അവിടുത്തെ പ്രിൻസിപ്പലായി മാറിയായിരുന്നു. ഹീറോ പറയുന്നത് ചേട്ടാ എന്താടി അവിടുത്തെ ചെയർമാനാണ്, പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ വേറെ ആളാണ്. ഹീറോ പറയുന്നത് ചേട്ടാ അതൊരു കഷ്ടമാണല്ലേ, നീ പോയാൽ ഇപ്പോൾ ഞാൻ എടി നീ വാ എന്നെ ഭയങ്കര ജോലിയായിട്ട് എല്ലാവരും ട്രിപ്പ് പോയായിരുന്നു. ഫ്രണ്ടും ട്രിപ്പ് വന്നായിരുന്നു. എല്ലാവരും ട്രിപ്പിൽ എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയി വാവ് നന്നായിട്ടുണ്ടല്ലോടി. അതെ, അങ്ങനെ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തു. ഹീറോയി ബുക്ക് ചെയ്തു. ഫ്രണ്ട് പറയുന്നത് മച്ചി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എടി വാ ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ടടി അവരെ കമ്മി എന്ത് ഹോട്ടലാ. അതെടി ഇപ്പം എന്താ ചെയ്യുക? പിന്നെ ചേട്ടനിക്ക് അതെ റൂമല്ല ഓൾറെഡി ബുക്കാണ്. ചേട്ടാ റൂം ഓൾറെഡി ബുക്ക്. അതേമ്മ ഓൾറെഡി ബുക്കാണ്. പിന്നെ എൻ്റെ ചേട്ടൻ ഒരു ബിസിനസ് മാൻ. ചേട്ടാ പറയായിരുന്നു എല്ലാം ബുക്കാണ്. അത് മാത്രമല്ല മോൾ എൻ്റെ കൂടെ വന്ന് താമസിക്കും. ചേട്ടാ അത് നിങ്ങൾക്ക് ഓൾറെഡി റൂം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ഇടുക, ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ചേട്ടാ എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഹോട്ടലല്ലേ ചേട്ടാ? ഹോട്ടലാണ്, ഇവിടെ താമസിച്ചത് ഒരു ഗസ്റ്റ് ഹൗസ്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണ്. ഫ്രണ്ടിൻ്റെതാ? അതേമ്മ ഇവിടെ ഭയങ്കര ഫേമസ്. എൻ്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യണം, മോള് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. ഹോട്ടൽ പേര് കേട്ട് ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സൊക്കെ ഷോക്കായിരുന്നു. ഗസ്റ്റ് ഹൗസ് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് വേണ്ടമ്മ, ഗസ്റ്റ് ഹൗസ് അല്ല ഹോട്ടലാണ് ജോലിയുണ്ടത്. ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. ചേട്ടാ ഈ ഹോട്ടലിലേക്കല്ലടി മച്ചി വരുന്നത്, പൂജ പറഞ്ഞു. ഓക്കെ ചേട്ടാ ഞാനും വരാം. ശരി വാ എല്ലാവരും വാ വണ്ടിയിൽ കയറി. അവന് കാർ ഡ്രൈവിങ് ചെയ്യുന്നു പോകാൻ തുടങ്ങി.